പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വളരെ കുറച്ചാണ് ആ ഒരു രീതിയിൽ കാണുന്നത്, പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സിനിമ കാണുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ആയിരിക്കും പലപ്പോഴും കൂടുതലും കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ സിനിമകളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ആടുജീവിതം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തിയേറ്ററിൽ. ഫുള്ളെന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രം ഇരുന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ക്യൂബിലുമൊക്കെ. പക്ഷേ പബ്ലിക്കിനോടൊപ്പം ഞാനിരുന്ന് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പ്രേക്ഷകൻ്റെ ഒരു മാനസികാവസ്ഥയിൽ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് അവനുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ എന്നെ ഭയങ്കരമായിട്ടും പ്രശ്നത്തിലാക്കും. എന്നുവെച്ചാൽ ഒരു തിയേറ്ററിൽ ഒരു ആൾക്കാർ എന്നുവെച്ചാൽ നല്ലത് പറയണമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് പിന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് വീണ്ടും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ലതാണേലും മോശമാണേലും. അപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെന്നൈയിലെ ഡയറക്ടേഴ്സ് അസോസിയേഷൻ്റെ ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പം സ്വാമി എന്ന് പറഞ്ഞ ഡയറക്ടർ, ആ മൃഗം എന്നൊക്കെ പറഞ്ഞ സിനിമയെക്കുറിച്ച് സ്വാമി എന്ന ഡയറക്ടർ മുന്നേ വന്ന് അയാൾ എന്നെക്കാട്ടും വലിയ സൈസുള്ള ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക. അപ്പം എനിക്ക് മനസ്സിലാകുന്നു എന്തിനാ ഇദ്ദേഹം കരയുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാർ അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മളറിയാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. നമ്മളിതൊന്നും ബോധപൂർവ്വം ചെയ്യുന്നില്ലല്ലോ ഇതിനു വേണ്ടി. നമ്മളിതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി നിൽക്കാണ്ടിരിക്കുക, നന്നായിട്ട് ജോലി ചെയ്യുക, പോവുക അടുത്ത. അല്ലാതെ ഇതിൻ്റെ ഒരു കൊയ്ത്തുപാട്ടിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ മേളത്തിനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചു, എൻ്റെ അസിസ്റ്റൻസൊക്കെ, സാറേ അങ്ങനെ ഇന്നലെ എൻ്റെ ആ ഡയറക്ടറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നാട്ടിൽ, തിയേറ്ററിൽ ഇങ്ങനെ ഇന്നടുത്ത് കൈയടിച്ചു ആൾക്കാർ, അങ്ങനെ പാട്ടിൽ അയാളുടെ ഉടുപ്പൂരി ഷാഡോ ഇങ്ങനെ കാണിച്ചപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് കൈയടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് അത് എൻ്റെ ഒരു അങ്ങനെ ഒരു സെലിബ്രേഷനിലേക്കൊന്നും നമ്മളങ്ങനെ കാണണ്ട. അങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു എന്താ എനിക്ക് തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ അതിനുള്ളൊരു ബലമില്ലാത്തതായിരിക്കാം. പോസിറ്റീവായ കുഴപ്പമില്ല, നെഗറ്റീവായാൽ പിന്നെ ബലം വേണമല്ലോ. ഈ സിനിമയ്ക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 2-3 കാര്യങ്ങളാണ്. ഞാൻ ഇത്രയും കാലം ഇതിനു മുമ്പ് ചെയ്ത 7 സിനിമയുടെ ബഡ്ജറ്റ് കൂട്ടി വെച്ചാൽ പോലും അതിൽ കൂടുതലായി സിനിമയ്ക്ക്. അതായത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇത്രയും സിനിമകളെക്കാട്ടും ആ സിനിമകൾ ഒരുമിച്ച് വെച്ചാൽ പോലും ആടുജീവിതത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ അത്ര ആവില്ല. 1. 2, സിനിമയുടെ കാലഘട്ടം മാറി, ടെക്നോളജി മാറി, പുതിയ തലമുറയുടെ ഒരവസ്ഥകളിൽ മാറി. അത്തരം ഒരു അവസ്ഥയിൽ ഇതുപോലെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് സാധാരണ സിനിമയുടെ കഥയുടെ സ്ട്രക്ചർ പോലും ഇല്ല. സാധാരണ നമ്മളൊരു നമ്മളൊരു സിനിമ വേണ്ട, ഒരു കഥ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക, ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘടനയുണ്ടല്ലോ, ഓരോ കോമ്പോസിഷൻസ്, അതിൻ്റെ ഗ്രാഫുകൾ, കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഗ്രാഫുകൾ സ്ഥിരമായ ഇതില്ലാത്തടത്ത് വെച്ച് നമ്മൾ പറയുകയാണ്. പിന്നെ എന്താണ് നമ്മളിവരെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്തുന്നത് എന്ന് പറയും. അത് ഭയങ്കരമായും നമ്മളെ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ ഭയങ്കരമായി ആകുലപ്പെടുത്തിയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയതും ഇപ്പോൾ ഉണ്ടായ റിസൾട്ട് എനിക്ക് തോന്നിയതും തമ്മിൽ എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടാകുന്നതിന് മുമ്പോ എഡിറ്റ് ഫൈനൽ ചെയ്യുന്നതിന് മുമ്പോ ഒക്കെ മുമ്പ് ഞാൻ ഇത് തന്നെ എന്നും, അതായത് ഇതിൻ്റെ ആദ്യത്തെ സീൻ എഴുതുമ്പം തൊട്ട് ഇതൊരു ഭയങ്കരമായി പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള, വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം. അതിനൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകും സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് അവരെ എങ്ങനെ കേറ്റർ ചെയ്യുന്നു എന്ന് പറയുന്ന വലിയൊരു വിഷയമായിരുന്നു. പ്രത്യേകിച്ച് ഒരു പുസ്തകത്തിലെ മാതിരിയല്ല, ഈ പലതും പറയുന്നത് മനസ്സിലാകാതെ പോകുന്നുണ്ട്.
കാര്യങ്ങളുണ്ട്. ഒരാളുടെ മാത്രം ഒരു മോണോപ്ലേ എന്ന് പറയുന്നത് എങ്ങനെ സിനിമ ഇത് വെരി ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിലെത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉള്ള ആദ്യത്തെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ സിനിമ ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമയുടെ ആദ്യ ഷോകളിലൊക്കെ ഞാൻ തനിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ വിവരങ്ങൾ അറിയുന്ന വെച്ചാൽ വർഷം നടക്കുമ്പോഴൊക്കെ പോലും ഞാൻ പരുമലപ്പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. ഒരു ഇത്തരം ഒരു സിനിമയ്ക്ക് ഒരു തിയേറ്ററുകളിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ അപ്രീസിയേഷനും കളക്ഷനും കിട്ടിയൊരു സിനിമയാണ്. പക്ഷെങ്കിൽ അതിന് ഇതിൻ്റെ ഒരു റവന്യൂ റിക്കവറി എന്ന് പറയുന്നതിന് ഇനിയും കുറേ ബിസിനസ്സുകളൂടെ സംഭവിക്കേണ്ടിയുണ്ട്. അപ്പം മാത്രമാണ് അതിനൊരു ഇതാകുന്നു എന്ന് പറയാം. അതിൻ്റെ സംസാരങ്ങളാകുന്നു ആയിക്കൊണ്ടിരിക്കുന്നതുള്ളൂ.